ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫാമിലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കവർ ലെറ്ററിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിലൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് പ്രൈവറ്റിനെ കുറിച്ച് അത്ര വലിയ പിടിയില്ല. നമ്മൾ ഗവൺമെൻറ്റിലൊക്കെ നമ്മൾ നേഴ്സായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് ഒരു CV യും അതുപോലെ തന്നെ അതിൻ്റെയോടൊപ്പം ഒരു കവർ ലെറ്ററും കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഓക്കെ CV-യിൽ ഓൾറെഡി നമ്മുടെ CV-യിൽ അല്ലെങ്കിൽ റെസ്യൂമിൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് ഈ കവർ ലെറ്റർ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ബ്രീഫായിട്ട് കവർ ലെറ്റർ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന്. അതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒത്തിരി പേർക്ക് നല്ല കവർ ലെറ്റേഴ്സിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അറിയുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. കാരണം മറ്റുള്ളവർക്കും അത് വായിക്കുന്നവർക്കും അത് ഒരു ഉപകാരപ്രദമാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയാവുന്ന രീതിയിലൊരു ചെറിയൊരു കവർ ലെറ്ററിൻ്റെ ഐഡിയ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു ചുരുക്കി നമ്മളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അതിനകത്ത് എഴുതി കൊടുക്കുകയാണ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ പഠിച്ച ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് CV-യിൽ പറയുന്നത് പോലെ നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ CV-ക്കകത്ത് എഴുതുന്ന പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതൊരു ലെറ്ററിന്റെ രീതിയിൽ നമ്മൾ എഴുതുന്നു, അത്രേ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി വലിച്ച് എഴുതാതെ മാക്സിമം ഒരു പേജ് അല്ലെങ്കിൽ ഒരു 1.5 പേജിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കവർ ലെറ്റർ ചുരുക്കി എഴുതാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഒത്തിരി പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് കവർ ലെറ്റർ എന്നുള്ളതെന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ചെയ്തൊരു കവർ ലെറ്ററിന്റെ മോഡല്. കവർ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല, നമ്മളെക്കുറിച്ച് ജസ്റ്റ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. നമ്മൾ വാരി വലിച്ചൊരിക്കലും എഴുതരുത്. കാരണം ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കൂടെ CV-യും അവർ മിക്കപ്പോഴും മിക്ക ഹോസ്പിറ്റലും ചോദിക്കുന്ന ഒരു CV-യും ഒരു കവർ ലെറ്ററുമാണ്. അപ്പോൾ CV ഓൾറെഡി നമ്മളെക്കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കവർ ലെറ്ററിനകത്ത് നമ്മളെക്കുറിച്ച് എഴുതി പരത്താതെ, കാരണം ഇതെല്ലാം നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ പറയുന്നത്. അപ്പം മാക്സിമം ഒരു പേജ് തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ 1.5 പേജിനുള്ളിൽ നമ്മൾ നമ്മുടെ ലെറ്റർ ഫിനിഷ് ആക്കുക. ഒത്തിരി എഴുതിയാൽ തന്നെ അതൊരു ബോറായിരിക്കും. അപ്പം ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബ്രീഫായിട്ട് ചുരുക്കി, എന്നാൽ അതിനകത്ത് എല്ലാം കൊള്ളിക്കുന്ന രീതിയിൽ നമ്മളൊരു ലെറ്റർ. അപ്പോൾ ഇതാണ് ഞാൻ സബ്മിറ്റ് ചെയ്ത കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് എഴുതുക. അതായത് നമ്മൾ എന്നാണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് എഴുതുക. നമ്മൾ എന്നാണ് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് എഴുതുക. പിന്നെ സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോർ എ പൊസിഷൻ ഓഫ് എ രജിസ്റ്റേർഡ് നഴ്സ് ആണെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് എഴുതുക. ക്ലിനിക്കൽ നഴ്സ് ആണെങ്കിൽ ക്ലിനിക്കൽ നഴ്സ് എഴുതുക. അങ്ങനത്തെ കാര്യം എഴുതുക. പിന്നെ റഫറൻസ് QLD എന്ന് കൊടുത്തത് ഞാൻ ക്വീൻസ്ലാൻഡ് ആയതുകൊണ്ടാണ്. പ്ലസ് ഒരു റഫറൻസ് നമ്പർ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് ഒരു നമ്പർ ഉണ്ടാവും, റഫറൻസ് നമ്പർ. ആ നമ്പറും കൂടെ ഇവിടെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഡിയർ സർ ഓർ മേഡം ആസ് യൂഷ്വൽ. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്, സ്റ്റാഫ് നഴ്സിന് വേണമെന്നുള്ള അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓസ്ട്രേലിയക്ക് വേണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നഴ്സിംഗിൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിലാണ്. ഒന്ന് മെഡിക്കൽ സർജിക്കലാണ്, അല്ലെങ്കിൽ ഞാൻ ICUലാണ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയറിലാണ്. അപ്പോൾ ഏത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഏത് ഏരിയയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ പിന്നെ നമ്മളെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൊക്കി പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഇട്ട്, നമുക്കറിയാലോ എന്തുമാത്രമാണ്. ഞാൻ പൊക്കി പറയാൻ തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ എങ്ങനെയാണെന്നുള്ളത്, നമ്മൾ പേഴ്സണലി എങ്ങനെയാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ വർക്ക് വൈസ്. കാരണം അവർ നമ്മളെ വർക്ക് വൈസ് ആണ് അസസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ പേഴ്സണൽ ലൈഫും ടു സം എക്സ്റ്റെന്റ് ഇതുമായിട്ട് ജോയിൻ ചെയ്താണ് പോകുന്നത്. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മറ്റുള്ളവരുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണല്ലോ. പക്ഷെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ലെറ്ററിൽ എഴുതുമ്പോൾ നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലൊക്കെ വേണം നമ്മൾ മോർ ഫോക്കസ് ചെയ്യാൻ. അതുപോലെ നമ്മുടെ ജോലിയൊക്കെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പെട്ടെന്ന് തീർക്കാനുള്ള കഴിവുണ്ട്. നല്ല ടീം പ്ലെയർ ആണ്, എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അങ്ങനത്തെ നമ്മളെക്കുറിച്ചായിട്ടുള്ള കുറച്ച് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. പിന്നെ നമ്മൾ എന്തൊക്കെ നമ്മുടെ കോഴ്സ്, നമ്മൾ ബാച്ചിലർ ഓഫ് ഡിഗ്രി ആണ് എന്താ കഴിഞ്ഞത്, അത് കഴിഞ്ഞ് നമ്മൾ എത്ര വർഷം നമുക്ക് പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉണ്ട്, അത് എവിടെ ആയിരുന്നു, ഏത് ഏരിയയിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക.
പിന്നെ നിങ്ങളുടെ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഇത്ര ഇയറിലെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്താണ് ലേൺ ചെയ്തത്, എത്രമാത്രം ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, പോസിറ്റീവായിട്ടാണെങ്കിൽ എത്രമാത്രം അത് കോൺട്രിബ്യൂട്ട് ചെയ്തു, നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ട് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാം, ബ്രീഫായിട്ട്. അത്രേ ഉള്ളൂ. പറയുമ്പോഴായാലും നമ്മൾ നമ്മളെക്കുറിച്ച് പൊക്കി പറയുകയാണെങ്കിൽ പോലും അതിലൊരു ലിമിറ്റേഷനും ഒരു ഇച്ചിരി സത്യസന്ധതയൊക്കെ വേണം കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഐ ഹാവ് എൻക്ലോസ്ഡ് റെസ്യൂം വിച്ച് ഹൈലൈറ്റ്സ് മൈ നഴ്സിംഗ് എക്സ്പെർട്ടൈസ് ആൻഡ് സ്പെഷ്യൽ അക്കോംപ്ലിഷ്മെന്റ്. ഓക്കെ, നമ്മുടെ സി വിയിൽ നമ്മുടെ നഴ്സിംഗ് എക്സ്പീരിയൻസും അതുപോലെ നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്ത് എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള അച്ചീവ്മെന്റും നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ കോമ്പിറ്റന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സി വിയിൽ മെൻഷൻ ചെയ്യുമല്ലോ. അപ്പം അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഐ വിൽ ബി ഹാപ്പി ടു ഫർണിഷ് എനി ഫർദർ ഇൻഫർമേഷൻ. ഓക്കെ, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ മെയിൽ അഡ്രസ്സും കൊടുക്കുക. ഈ ഇതിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ആൻഡ് വി ആർ ഹാപ്പി ടു പ്രൊവൈഡ് ഫർദർ ഇൻഫർമേഷൻ ഇഫ് ദ നീഡഡ്. പിന്നെ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കൺസിഡറേഷൻ, സിൻസിയർലി നമ്മുടെ പേര്. അപ്പൊ ഇത്രേ ഉള്ളൂ. വെരി ഷോർട്ട് ആൻഡ് സിമ്പിൾ ആണ് നമ്മൾ എഴുതുന്ന രീതി വെച്ചിരിക്കും. ഒത്തിരി എന്താ കോംപ്ലക്സ് ആക്കാതെ സിമ്പിൾ ആയിട്ട് നമ്മളെ കുറിച്ചുള്ള ഡീസെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുക. അത് ബ്രീഫായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലെജിബിൾ ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുക. അത്രേ ഉള്ളൊരു കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വാരി വലിച്ച് എഴുതാതിരിക്കുക. നമ്മുടെ വരുന്ന വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു നല്ലൊരു സി വി ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. കവർ ലെറ്റർ എങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ഓരോ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വേറെ ഒത്തിരി നല്ല തരം മെത്തേഡും കാര്യങ്ങളും എഴുത്തിന്റെ രീതി ശൈലിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കവർ ലെറ്റർ ആണ്. അത്രേ അവർക്കും ആവശ്യമുള്ളൂ. നമ്മൾ ഒത്തിരി കോംപ്ലക്സ് സെന്റൻസ് ഉപയോഗിച്ച് വലിയ ഇതായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള സമ്മറൈസ് ചെയ്ത് നിങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അവർക്ക് വേണ്ടത്. ഓൾറെഡി നിങ്ങൾ സി വി കൊടുക്കുന്നുണ്ട്. അപ്പം വേറെ തരത്തിലൊക്കെ എഴുതാൻ അറിയുന്നവരുണ്ടാവും നല്ല ഇതിനേക്കാളും നല്ല നീറ്റായിട്ട്. അപ്പം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് നല്ലൊരു കവർ ലെറ്ററിനെ കുറിച്ച് വേറൊരു മോഡലും ഐഡിയ ആർക്കെങ്കിലും ഒക്കെ ഉണ്ട്, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇത് കാണുന്ന മറ്റുള്ളവർക്കും അതായാലും നോക്കി ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ സി വിയെ കുറിച്ചുള്ള നല്ലൊരു സി വി എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കവർ ലെറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം. ഒത്തിരി നമ്മളെല്ലാവരും പെട്ടെന്ന് കവർ ലെറ്റർ എന്താ, സി വി എന്താ, അങ്ങനെ പറയുമ്പോൾ ഒത്തിരി എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് ഇത് എന്തായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കവർ ലെറ്റർ. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന നമ്മുടെ ലാംഗ്വേജും അല്ല നമ്മുടെ ഗ്രാമറൊക്കെ വെച്ച് നമ്മളെക്കുറിച്ച് എഴുതുന്ന ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള സമ്മറിയാണ് നമ്മുടെ ഈ കവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ദയവായി നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നാൾ നമ്മുടെ ചാനലിൽ നമുക്ക് എല്ലാവരും ഇത്രയും നാൾ നമ്മുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.